നമ്മളിങ്ങനെ പോകുമ്പോഴേ ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട പള്ളി ഉണ്ടാവും, അവിടെ നമ്മൾ വല്ലാതെ കയറാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ആളുണ്ടാക്കണം, പിരിവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതെന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം സഹായിക്കണം. ബ്ലോഗിൽ പറയാല്ലേ, അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ നാരകത്തോട് പോയപ്പോ QR കോഡ് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ വരും കേട്ടോ QR കോഡ്. QR കോഡിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ തരുന്നുണ്ട്. അല്ല അതെ. അപ്പൊ രണ്ട് താത്താര് ക്രോസ് ചെയ്യണം. മെല്ലെ 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 മെല്ലെ. കമന്റ് ബോക്സ് തെറിയ കേട്ടോ. ആ നാട്ട കുട്ടികളെന്താണ് നമ്മള് പ്രധാന വിഷയം എന്താ? പ്രധാന വിഷയം കക്കയും പോകണം. കോഴി എത്ര ഉണ്ട്? എപ്പോഴാ ചായ കുടിക്കുക? 4 കോഴി, ഒരു ആട്. അത് ഇങ്ങനെ വന്നപ്പോ സൈഡിലൊരു ആടുണ്ടായിരുന്നു. ഏതാ നമ്മള് ക്യാമറ അടിച്ചില്ലേ 2000 രൂപ? 2000 ക്യാമറ അതല്ല മാണിന്റെ മകനോട് ഞങ്ങൾക്ക് തല്ലുണ്ടാക്കില്ലേ നമ്മള് പലഹാരം ഉണ്ടാക്കാം. ആൾക്കാര് മയോണൈസ് മയോണൈസടാ, തിന്നണ മയോണൈസടാ. എന്ത് മനുഷ്യന്മാരാണ് കണ്ടന്റ് 18+ ഇത് നമ്മളെ ബ്ലോഗിൽ പാടില്ല. നമ്മളാദ്യം തലയിലാണ് പോയത് കേട്ടോ. അതെങ്ങനെ നമ്മളെ വ്ലോഗായിട്ട് ഞങ്ങൾ നടക്കണേ. അതിന് വിഷയം എന്താ വെച്ചാലേ, ഞമ്മക്കിത് പറയാനുള്ളത് നിങ്ങൾ കേട്ടാ ഞെട്ടും. ഞമ്മക്ക് പറയാനുള്ളത് ബാക്കിയുള്ളവരെ തിന്നുക, ഞാനൊന്നും പറയാനില്ലല്ലോ. കക്ക ഉണ്ടാവും നമുക്ക് 29 കിലോമീറ്റർ. 29 കിലോമീറ്റർ. ഈ കക്കയും കാര്യത്തുമാർ ഒന്നല്ല പോ. കരിയത്തുംപാറ എന്ന് പറയുന്നത് ആ ഒരു പഞ്ചായത്തിനാ അങ്ങനെ എന്തോ ആണ് ആ സ്ഥലത്തിന്. കക്ക എന്നുള്ളത് ആ മൊത്തത്തിലുള്ളതിനാ തോന്നുന്നു. കക്ക കരിയത്തുമാറ ആ സ്ഥലത്തിനില്ല, ആ പച്ചപ്പൊട്ടുള്ള. അപ്പൊ അതിനുള്ള ഇത്രയും കാലം കക്ക രണ്ടും പറയണ്ട്, കരിയത്തുംപാറും പറയണം. എന്തായാലും നിങ്ങൾ കമന്റിൽ പറയും, കമന്റിൽ ആരെങ്കിലും പറയും കക്കയാണോ കരിയത്തുംപാറയാണോ യഥാർത്ഥ പേര്. അപ്പൊ നമ്മള് പറങ്കിപ്പടന്റെ ഒരു ഫ്ലെക്സ് കണ്ട്, അർജന്റീനന്റെ കണ്ടു. എന്തിനാ പൈസ പോയി? ബ്രസീലുകാരെ കാണാനില്ല. ചെറിയ ചെക്കനാണ് വണ്ടി വിട്ടണേ. അതൊന്നും ബ്ലോഗിൽ കാണിച്ചു കൊള്ളാം. ബഹുമാനപ്പെട്ട ശ്രീ ഗണേഷ് കുമാർ പോയി. വി.ഡി. സതീശനോട് ഞാൻ പറയാനുള്ളത്, വി.ഡി. സതീശൻ സാറ് അല്ല ജോൺ കാപ്പനോട് പറയാനുള്ളത്, കുട്ടികളൊക്കെ അപ്പൊ നമ്മളായിട്ട് ഒരാൾക്ക് ഒരു പാരൊക്കെ ബുദ്ധിമുട്ടില്ല, അങ്ങനത്തെ പരിപാടി അതേതാ ഇപ്പൊ 18-ലാണ്. 18 പോന്നിട്ടില്ല. അണ്ടർ സൈഡിൽ കൊറോണ കാരാണ് കേട്ടോ. ഈ ഗോഡൗൺ ആണോ ഇത്? നല്ലൊരു ഗോഡൗൺ ആണ്. ഇത് വിഷയം എന്താ വെച്ചാലേ, ടാറ്റന്റെ ബിർള അത് ഇതാണ്. അല്ല ബിർളിന്റെ ഇത് അപ്പൊ പോണ റൂട്ട് നല്ല റൂട്ടാണ്. ടീമിന്റെ നമ്മളെ വണ്ടിക്ക് മൈലേജ് ഉണ്ടാവും. അത് മാവൂരാണോ? പോണ റൂട്ട് നോക്കി, നല്ല നല്ല റൂട്ട്. ഡ്രൈവർ അതെ സ്പാൾബർ വണ്ടി ഓടുകയാണ് ഇപ്പോൾ എന്റെ ചുരത്തിനുള്ളിലും. 4 വളവുകൾ. അതെ അതെ അങ്ങനെ തന്നെ ഉള്ളല്ലോ. നാളെ രാവിലെ പെരി പോയാലും പ്രശ്നമില്ല നമുക്ക്. ഇല്ല പ്രശ്നമുണ്ടോ? അതെ. പക്ഷേ ഷിബു ബാക്കിൽ കംഫോർട്ട് എന്നാ പറഞ്ഞത്. അവിടെ 18+ നമ്മളില്ല. ഫാമിലീസ് കാണുന്നതാണ്. അതെ അതെ ഫാമിലീസ് കാണുന്ന വ്ലോഗ്. മയോണൈസ് കൂട്ടണ്ട കേട്ടോ. സ്പീക്കർ എടുത്തിട്ടില്ല. ഞാൻ ലുലുവിനോട് ടെൻഷൻ ആവില്ല. ഒഴിവാക്ക്, സ്പീക്കർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് വാങ്ങാനൊന്നും പൈസ പറ്റൂല. അപ്പൊ ഞാൻ ഇവിടെ ഞങ്ങള് ഫോർച്യൂണർ മേലൊരു അടിപൊളി സ്ഥലമുണ്ട്. അപ്പൊ കോ ഡ്രൈവർ കുഞ്ഞുമോനാണ്. കുഞ്ഞുമോൻ നാളെ പത്രം ഉണ്ടോ? നാളെ അനിഫാങ്ങൾ ചേട്ടൻ നാളെ ലീവാണ്. നമ്മളൊന്നും അവിടെ ടെന്റ് എടുത്ത് സ്റ്റേ എന്നൊക്കെ പറയും. നമ്മള് ഇതൊന്നുമില്ല. ഓൻ പറയണ്ട അനിഫ. അപ്പൊ എന്നിട്ട് കുഞ്ഞുമോനോട് പറയും നാളെ ലീവാക്കാം. കുഞ്ഞുമോ നാളെ ലീവാക്കാന്ന് പറഞ്ഞു. ജസീലുദാനോട് പറയും ജസീലുദ
ഞാൻ പറയാം നമ്മള് രാവിലെ ഒരു 9 മണിക്കൊക്കെ എത്തൂല. രാവിലെ ഒരു 9 മണിക്കല്ല CSC അതെ CSC ഇത് ആദ്യം ആരും കാണുന്നുണ്ടെങ്കിൽ ഇത് എന്താ ഇത്? എടാ വെള്ളിയാഴ്ച ലീവ് ഉള്ളോ? ഈ ഈ 10 മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് മിസ്സാക്കാൻ പാടില്ല. ഓക്കെ നമ്മള് ക്യാമ്പ് നമ്മൾ ഉഷാറാക്കണം. അതെ ഓ കാരണം പറയണതാണ് ക്യാമ്പ്. ഈ സ്ഥലത്തിന്റെ പേര് വയലാടാണ്. ആ വയലട എന്നാണ് ഈ സ്ഥലം. ആരത്? അപ്പൊ ഡ്രൈവർ തലയാട് ആട്ടുന്നല്ലേ? ആട്ടുനിലക്കില്ല തലയാട്. നല്ല അതിമനോഹരമായ നമ്മളൊക്കെ ഇവിടെ ആണെങ്കില് നമ്മളെ ചിന്താഗതി അത്ര ചെറുതേറാം. അതെ എന്ത് തലയാട്? അതായത് നമ്മൾക്കിപ്പോ അതെ. അപ്പൊ ഫ്ലെക്സിൽ സുൽത്താൻ വലിയ ചിന്തകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങലില്ല കേട്ടോ. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് നോക്കിക്കലില്ല ഞങ്ങള്. ഗ്രൗണ്ടിൽ ഇറങ്ങിയ കളിച്ചിട്ടുണ്ട്. പക്ഷെ റൊണാൾഡോക്കുള്ള മെച്ചം എന്താ അറിയോ? ഇനിയിപ്പോ അടുത്ത കളിക്ക് വരെ ജയിച്ച് തിരിച്ചിട്ടുണ്ടാവില്ലാവുന്നു. അതെ ഇനിയിപ്പോ കളി തോറ്റാലും പ്രശ്നമില്ലടാ. ആട്രിക്കും റെക്കോർഡൊക്കെ ആയില്ലേ? കപ്പ് കഴിഞ്ഞ മുറിയുണ്ട്. അല്ല റെക്കോർഡ് എന്തായാലും എംബാപ്പ കയറാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. മാർട്ടിനസ് താമരശ്ശേരി വരാതെ ഏത് മേലെ കാണാൻ എടാ ഗോഡ അത് താമരശ്ശേരി വിഷ്വൽ ബ്യൂട്ടി കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുക്കുന്നു. വിഷ്വൽ ബ്യൂട്ടി അല്ലേ? താമരശ്ശേരി അത്ര ഫ്രഷ് അല്ലല്ലോ. നമ്മള് പോണ ചോറാണെന്ന്. യെസ്, അതിന്റെ അപ്പുറത്താണ് താമരശ്ശേരി ചുരം. നമ്മള് അങ്ങോട്ട് പോവാ. അതിലെങ്ങനെ അതിലെങ്ങനെ അടിയുണ്ടല്ലോ ഇറങ്ങുന്നുണ്ട്. ആ മലന്റെ മുകളിൽ ആ മലയും അതിന്റെ അപ്പുറത്തെ മലയുണ്ട്. അതിന്റെ അടിയിലാണ് ആ ഡാമുള്ളത്. അതെ എക്സ്പെക്ടേഷൻ ഉണ്ടോ? അവിടെ അങ്ങനത്തെ ഒരു അന്തരീക്ഷം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. വാഗനർ ടാക്സി KL 57. അതെ. സ്ഥലം കൊടുവള്ളി. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയത് കല്യാണത്തിനോട് പോലെ ഒന്നാണ് ഒരു ഫുൾ സെറ്റപ്പിലോ. അപ്പൊ ഡ്രൈവർ പറയൂ. നല്ലൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. അതെ നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. അപ്പൊ നമ്മൾ അവിടെ ഒരു കട കാണുന്നുണ്ട്. അപ്പോ ചാടിക്കാൻ പോവാ. കടക്ക് പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. വണ്ടി നിൽക്കുന്ന ഫ്രെയിം ഇതാട്ടോ. ഇതിലും ഫ്രെയിം ഇവിടെ നിങ്ങൾ എടുത്തിട്ട് 0.5 ലിറ്റർ ഇതാണ്. ഓർലിക്സ്. അപ്പൊ ഞാൻ ഓർലിക്സ്, ജസൂലി ഓർലിക്സ്. ഷാഹിദാ കട്ടനോ? ചായപ്പൊടിന്റെ വെള്ളം എന്ന് പറയണ ചെക്കന്മാര് വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമോനും ചായ, ഡോളി സാറും ചായ, ശിബുൻ ചായ. ഇവിടുന്ന് താഴോട്ട് എത്ര ഇതുണ്ടാവും? അല്ലൊന്നുമില്ലല്ലോ. ചെറിയ മല അല്ലേ? മേലല്ല ഫോഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിക്ക് ഫോഗ് ലാമ്പില്ലേ? ഉണ്ട്. അതെ. കുഞ്ഞുമോനെ എങ്ങനെയുണ്ട്? അടിപൊളിയാ. നമ്മൾ എല്ലായിടത്ത് പോലെ ഒരു പ്രിയദർശിനി ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കില്ലേ? കോളായി ഉണ്ടാക്കും. കോളായത് കോളായില്ല, നല്ല രസമുണ്ട്. കൊളാന്റെ അത്ര ഏരിയ ഇല്ല. ചില ഭാഗത്തൊക്കെ നോക്കിയാൽ കൊളായിലും ആയതിനാണ് ഇവിടെ റാഷിദി അച്ചിലാൻ്റെ ജേസിയാ. അപ്പൊ ഇതാണ് കേട്ടോ ചായക്കട. ഇവിടെ പാർക്കുണ്ട്.
ഈ ഒരു യൂ ടേണിങ് ചെയ്ത് ഉടനെ ഇവിടെ ഏത് കരുത്തുമ്പറ പാർക്കിൻ്റെ അവിടെ രണ്ട് സ്ഥലം ആണ് തോന്നുന്നു. നോക്ക് ചാച്ചി പറഞ്ഞാല് ഒരു സ്പെഷ്യൽ ഏരിയ 27 അങ്ങാടി, മറ്റേത് മുനിസിപ്പാലിറ്റി. കരുത്തുപാറ മുനിസിപ്പാലിറ്റിയാ കക്കായ മുനിസിപ്പാലിറ്റി കയറാം. അല്ല മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്തോ അങ്ങനെ എന്തെങ്കിലും കയറാം. പനങ്ങാട് ഗ്രാമപഞ്ചായത്ത്. അപ്പം എന്തായാലും ചായ കുടിച്ചിട്ട് കാണാം. ഒരു പണ്ട് കാലത്ത് നമ്മുടെ ഒരു മോഹം ഉണ്ടായിരുന്നു. എന്തേലും മോഹം ഒരു വീഡിയോ നമ്മൾ കുറെ മുമ്പ് ചെയ്ത് നടത്തി. അത് എങ്ങനെ ഭയങ്കര തിരക്കുള്ള കോഴിക്കോട്ട് അങ്ങാടിയില് വണ്ടികളൊക്കെ ബ്ലോക്ക് ആക്കി അപ്പുറത്തേക്ക് ബെൽ മുടിച്ച് ആ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ ഫയൽ കുറച്ച് ദിവസം മുമ്പ് മിസ്സായിന്. കുറച്ച് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ നമ്മളത് റിക്കവർ ചെയ്തെടുത്തോളൂ. എന്തായാലും ഇതിന്റെ പൗതിക്ക് നമുക്ക് ആ വീഡിയോ കാണാം. ഓക്കെ, അത് വന്നിട്ട് RCB 2 കപ്പ് എടുത്ത്. അപ്പൊ എന്തായാലും ആ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് കാണിക്കട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ സെറ്റപ്പ്. എന്താണ് കൺസെപ്റ്റ്? സഞ്ചരിക്കുന്ന അതെ അതെ അതെ. കുട്ടികൾ വരുന്ന വീഡിയോ ഇതുണ്ടോ ഇത് ഓനോന്റെ അണ്ടർവെയർ ഇവിടെ യെസ് യെസ്. രണ്ട് കുട്ടികൾക്ക് ടാറ്റു എടുക്കട്ടോ. ടാറ്റു എടുക്കേ. ഇങ്ങോട്ട് കാട്ടില്ലടാ. അത് കട്ടിയില്ല. അങ്ങനത്തെ സീനൊന്നും കട്ടിയില്ല. അങ്ങനത്തെ സീനൊന്നും കട്ടിയില്ല. അപ്പൊ ഓക്കെ ബൈസ്. ഓക്കെ, നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. വണ്ടി ഇറക്കാൻ പറ്റുമോ നമുക്ക് നോക്കാണ്. അങ്ങനെ നോക്കൂ, കഠിനൊക്കെ വണ്ടി ടയർ മാർക്ക് ഉണ്ട്. ടയർ മാർക്ക് ഉണ്ട്. പക്ഷേ ഇത് ബൈക്കിൻ്റെ ആണോ? ബൈക്ക് പോയിക്കണു. സ്കൂട്ടി പോയിക്കണു. അല്ല, അന്ന് ആദ്യം എനിക്ക് വലിയ നേക്ക് കിട്ടിയില്ല. ഒരു കുഴപ്പമില്ലാത്ത സ്ഥലം, വണ്ടി ഇറക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. മറ്റേ അവിടത്തിൻ്റെ അത്ര രസം കിട്ടിയില്ല. അവിടുത്തെ ആൾക്കാരൊക്കെ പോകില്ല, നമുക്ക് അവിടെ ഇറങ്ങിയില്ല. പക്ഷെ അവിടെ പെയ്ഡാണ്, വണ്ടി ഇറക്കാനൊന്നും പറ്റില്ല. നിങ്ങളന്ന് ഇവിടെ വണ്ടി ഇറക്കിയപ്പോൾ ഇവിടെ വണ്ടി ഇറക്കി. വണ്ടി ഇറക്കുന്നത് ഇതിനെ കൊണ്ടുപോയി ഇതിൽ തന്നെ കൊണ്ടുപോയതേ. എന്നിട്ട് ഇവിടെ താറൊന്ന് കുടുങ്ങി. ആ വീഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ ഇവിടെ കേട്ടോ. അപ്പോൾ പോവോ? അവിടെ എടുത്താ വെറുതെ ഒരാവശ്യമില്ല. അപ്പൊ എന്തായാലും സ്ഥലത്തെത്തി. പക്ഷെ അലമ്പ എന്നാ സ്ഥല കാലാകെ ഏർപ്പായി. അപ്പോൾ ഏതായാലും വിഷയം മീൻസ് കരിയത്തുംപാറ നോക്കാം. സെറ്റാവും. ഞാനൊരു 5 അറിയും. ആ എത്തി കുഞ്ഞോനാ ഒരു പെരല് എവിടെ കൊടി ഓടണ്ടായിട്ട് കാര്യമില്ല. ഗ്രൗണ്ടിൽ വേണ്ടേ? അടുത്ത കളി ഉണ്ടോ? ഗ്രൗണ്ടിലില്ലല്ലോ.
ടീം അങ്ങനെയല്ലേ, ചെക്കന് പന്ത് കൊടുക്കണമെങ്കിൽ ആരെങ്കിലും ഓനക്കൊന്ന് കൊടുക്കണം. അല്ലെ ഓൻ ആർക്കും കൊടുക്കണം. ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് ആണ്. പശുവാണ് എടുക്കണേ. എന്ത് സോ ദ വിഷയം മീൻസ് ഇങ്ങോട്ട് വണ്ടി ഇറക്കാൻ പറ്റുന്നില്ല. ചെക്കന് എന്തെങ്കിലും ഐഡിയ ആയിട്ട് വരുന്നുണ്ട്, പക്ഷെ കാര്യമില്ല. അതിലൊന്നുകൂടെ ബ്ലോഗിൽ സാധാരണ എടുക്കല്ലേ കിടിലം ഫോട്ടോ. ഓക്കെ ഫ്രെയിം ഒക്കെ ഇവിടെ നല്ലൊരു ഫ്രെയിം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഓരൊക്കെ ഉണ്ട്. സാധനം എടുത്ത് കുഴപ്പമില്ല. അങ്ങനല്ല, ഈ കൊയിഞ്ഞാടാണെങ്കിൽ കൊയിഞ്ഞാടിക്കോ, ചിക്കൻ കൊയിഞ്ഞാടിക്കോ. നമ്മള് ഒന്നും പറയാനുള്ള നേരം കിട്ടിയില്ല. പക്ഷെ കരക്കത്തേക്ക് എത്തി എല്ലാരും. വള്ളം കൂടി പെട്ടെന്ന്. നേരത്തെ നിന്ന സ്പോട്ടാണത്. തീരെ വള്ളം വരുന്നതാ. അല്ല ഇവിടെ വരുന്നുണ്ടാ, ഇവിടെ എത്തി.